നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റ്, വെബ് ആപ്പ് ആ ഒരു മേഖലയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ സ്പോട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ഒരു ഇ കൊമേഴ്സ് സൈറ്റിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. കാരണം അതിൻ്റേതായ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ലൗഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വലിയ സോഫ്റ്റ്വെയറുകൾ വരെ ക്ലൗഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഡിസൈനർക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പർക്ക് ഉള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലും ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മളൊരു കോഴ്സ് ഇവൻ്റ് പ്ലാൻ ചെയ്യുകയാണ്. നെക്സ്റ്റ് വീക്ക്, അതായത് ഈ കമ്മിങ് വീക്കിൽ, അതായത് 22 ഫെബ്രുവരി തൊട്ട് ഒരു 14 ഡേയ്സിൻ്റെ ഒരു കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു 14 ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, പിന്നെ കുറേ ഫ്രെയിം വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഡിസൈനുകൾ എളുപ്പമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രെയിം വർക്കുകൾ ഒരെണ്ണമല്ല 2-3 നമ്മൾ നോക്കും. പിന്നെ ഇതിൻ്റെ വേണ്ട ടൂളുകൾ, പിന്നെ ഇതിൻ്റെ കുറച്ച് ടിപ്പുകൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഈ ഒരു 14 ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അങ്ങനെ ഒരു 14 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെബ് ഡിസൈനർ ആവാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. അതായത് വെബ്സൈറ്റ് ഡിസൈനിങ് പഠിക്കാൻ എളുപ്പമാണ്, അതായത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് മാസ്റ്റർ ചെയ്യാൻ പാടാം. മനസ്സിലായി? മാസ്റ്റർ ചെയ്യാൻ പാടാം. അപ്പോൾ എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുക? നമ്മൾ ചെയ്ത് നോക്കി കുറേ കാര്യം ചെയ്ത് നോക്കി തന്നെയാണ് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മാസ്റ്റർ ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ വെബ് ഡെവലപ്പേഴ്സും വെബ് ഡിസൈനേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അവിടെ ഇടയ്ക്കായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഇമേജ്, ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ലേഔട്ട് ഡിസൈൻ ചെയ്ത ഒരു ഇമേജ് തരാണെന്നുണ്ടെങ്കിൽ ഓൺ സ്പോട്ട് നിങ്ങൾക്ക് അത് വെബ്സൈറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ കോൺഫിഡൻ്റ് ആവണം. അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഒരു വെബ് ഡിസൈനർ ആയി അല്ലെങ്കിൽ വെബ് ഡെവലപ്പർ ആയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 14 ഡേ കോഴ്സിൽ നമ്മൾ ഒരു എക്സസൈസ് അല്ല, ഒരു 2-3-4 എക്സസൈസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞാൽ എക്സസൈസ് ഡ്രോപ്പ് ചെയ്യാനുള്ള പ്ലാനില്ല. നമ്മൾ പിന്നെയും ഇപ്പോൾ വീക്ക് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൂ. നമ്മളൊരു ഇമേജ്, നമ്മുടേതായിട്ടൊരു ഡിസൈൻ ലേഔട്ട് നമ്മൾ തരും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള സമയം തരും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 14 ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ് ഡിസൈനർ ആവാൻ പറ്റുന്നുള്ളത് ഷുവറാണ്. വേറെ ഡൗട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് ഇപ്പോൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മൾ അടുത്ത വീക്ക് തൊട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീക്ക് തൊട്ട് നിങ്ങളെല്ലാവരും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.